പാലായിലെ പരിശുദ്ധ ഗാഡലൂപ്പമാത ദേവാലയത്തിൽ തിരുനാൾ ആഘോഷം ഡിസംബർ 3 മുതൽ 12 വരെ നടക്കും. തിരുനാൾ ഒരുക്കങ്ങളുടെ ഭാഗമായി ബ്രദർ പാപ്പച്ചൻ പള്ളത്ത് നയിക്കുന്ന ഗാഡലൂപ്പെ കൺവെൻഷൻ നവംബർ 29 മുതൽ ഡിസംബർ 2 വരെ തീയതികളിൽ നടക്കും. തിരുനാളിന്റെ ആരംഭ ദിവസമായ ഡിസംബർ 3 രാവിലെ 10:45 പരിശുദ്ധ ഗാഡലൂപ്പെ മാതാവിന്റെ തിരുസ്വരൂപങ്ങളും തിരുനാൾ കൊടിയും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം പാലാ വലിയപാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ദേവാലയത്തിൽ എത്തിച്ചേരും. ജപമാലയ്ക്ക് ശേഷം നടക്കുന്ന തിരുനാൾ കൊടിയേറ്റിന് പട്ടിത്താനം ഫൊറാന വികാരി ഫാദർ അഗസ്റ്റിൻ കല്ലറയ്ക്കൽ കാർമ്മികത്വം വഹിക്കും. ഡിസംബർ 4 തീയതി ആത്മാഭിഷേക ദിനം. നവീകരണ ധ്യാനത്തിനും രോഗശാന്തി ശുശ്രൂഷയ്ക്കും മഞ്ഞുമ്മൽ CRC ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജ് കടപ്പുറത്ത് തയ്യിൽ നേതൃത്വം വഹിക്കും. തിരുനാളിന് മുന്നോടിയായി ആത്മീയമായ ഒരുക്കത്തിനു വേണ്ടി ഒരു ഗാഡലൂപ്പെ കൺവെൻഷൻ എന്ന പേരിൽ നമ്മളൊരു ബൈബിൾ കൺവെൻഷൻ കൂടി, കുടുംബ നവീകരണ കൺവെൻഷൻ കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കൺവെൻഷൻ ആരംഭിക്കുന്നത് ഈ വരുന്ന ബുധനാഴ്ച, അതായത് 29 തീയതി ശനിയാഴ്ച കൺവെൻഷൻ ആരംഭിക്കും. ശനിയാഴ്ച വൈകിട്ട് 5:30 ജപമാലയോടുകൂടി കൺവെൻഷൻ ആരംഭിക്കും. സമാപിക്കുന്നത് രാത്രി 9 മണിക്കാണ്. ദിവ്യബലിക്ക് മണ്ണക്കനാട് പള്ളി വികാരി ഫാദർ തോമസ് പഴവക്കാട്ടിൽ കാർമ്മികത്വം വഹിക്കും. ഡിസംബർ 12 പ്രധാന തിരുനാൾ ദിനത്തിൽ വൈകിട്ട് 4:30 തിരുനാൾ സമൂഹ ബലി നടക്കും. ആലപ്പുഴ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ ജോയ് പുത്തൻ വീട്ടിൽ കാർമ്മികത്വം വഹിക്കും. മറ്റൂർ വികാരി ഫാദർ ജേക്കബ് മഞ്ഞളി പ്രസംഗം നടത്തും. പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോഷി പുതുപ്പറമ്പിൽ, സെക്രട്ടറി എബിൻ ജോസഫ് മരുതോലിൽ, ജനറൽ കൺവീനർ മാമച്ചൻ പള്ളിപ്പറമ്പിൽ, ജൂബി ജോർജ്, PV ജോർജ് എന്നിവർ പങ്കെടുത്തു.